കോൺഗ്രസിനോടും ഇന്ദിരാഗാന്ധിയോടുമുള്ള RSSൻ്റെ സമീപനം എന്തായിരുന്നു എന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അറിവുണ്ടാകാതിരിക്കാൻ വഴിയില്ല. പ്രശസ്ത മാധ്യമപ്രവർത്തകയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്ററുമായിരുന്ന നീരജ് ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഈ പുസ്തകമാണ്. ഇത് അദ്ദേഹം കാണാതിരിക്കാൻ ഒരു തരത്തിലും വഴിയില്ല. ഗവേഷണാത്മകമായ ഉള്ളടക്കമുള്ള ഒരു പുസ്തകമാണിത്. ആ പുസ്തകത്തിൽ RSSൻ്റെ അക്കാലത്തെ നിലപാടിനെ കൃത്യമായി വരച്ചു കാട്ടിയിട്ടുണ്ട്. ജനതാ സർക്കാരിനെ വീഴ്ത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം പലതവണ RSSുമായി ഇന്ദിരാഗാന്ധി നല്ല ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് പുസ്തകം പറയുന്നു. 1982 RSS സർ സംഘചാലിൻ്റെ സഹോദരനായ ബാബുറാവ് ദേവറസിൻ്റെ അടുത്തേക്ക് തൻ്റെ മകനും MP-യുമായ രാജീവ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി പറഞ്ഞയക്കുന്നു. കപിൽ മോഹനാണ് ഇതിന് ഇടനില നിന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് ആദ്യ കൂടിക്കാഴ്ച നടന്നത്. പിന്നീട് കൂടിക്കാഴ്ച നടന്നത് നമ്പർ 10 ജൻപതിൽ വെച്ചാണ് എന്നും പുസ്തകത്തിൽ പറയുകയാണ്. ബാബുറാവിൻ്റെ കൂടെ BJP നേതാവ് സുഭാഷ് ആരിയും ഉണ്ടായിരുന്നു. ബാബുറാവ് ദേവറസിനെ കണ്ടപ്പോൾ രാജീവ് ഗാന്ധി ഉപചാരപൂർവം കാൽ തൊട്ട് വണങ്ങുന്നതിന് താൻ സാക്ഷിയായിരുന്നുവെന്ന് അക്കാലത്തെ കോൺഗ്രസ് MP-യും പിന്നീട് ഗവർണറുമായിരുന്ന ബൻവാരിലാൽ പുരോഹിത് പറഞ്ഞതായും പുസ്തകത്തിൽ പറയുകയാണ്. 1980 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം ലഭിക്കാൻ RSS സഹായിച്ചുവെന്ന് അനിൽ ബാലി ഉറപ്പിച്ചു പറയുന്നതായി ഈ പുസ്തകത്തിലുണ്ട്. അനിൽ ബാലി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ്. RSSൻ്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ 353 സീറ്റുകൾ നേടാൻ കഴിയില്ലായിരുന്നുവെന്ന് ഇന്ദിര സ്വകാര്യമായി സമ്മതിച്ചിരുന്നതായും ബാലി അവകാശപ്പെടുന്നു. പേജ് 67 ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് RSS പിന്തുണ നൽകിയിരുന്നതായി അക്കാലത്തെ IB മേധാവിയായിരുന്ന TV രാജേശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട്. 1984 തെരഞ്ഞെടുപ്പിന് മുൻപ് RSS നേതാവ് നാനാജി ദേശ്മുഖ് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു. ജാതിയിലോ മതത്തിലോ അല്ല, മുദ്ര കൈപ്പത്തിയിൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ഇതിൽ 137, 138 പേജുകളിൽ അത് പറയുകയാണ്. 1986 രാമജന്മഭൂമിയിലെ പൂട്ടുകൾ തുറക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെ RSS, പ്രത്യേകിച്ച് ബാബുറാവ് ദേവറസ് സ്വാധീനിച്ചിരുന്നു. പൂട്ടുകൾ തുറന്ന് ഹിന്ദുക്കളുടെ നേതാവാകും എന്ന് ബാബുറാവ് രാജീവിന് സന്ദേശം അയച്ചിരുന്നു. ആ കാര്യവും ഈ പുസ്തകത്തിലെ 145, 146 പേജുകളിൽ പറയുകയാണ്. ഇതൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ. ഞാൻ തീരട്ടെ ധൃതിപ്പെടല്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മുൻ IB തലവൻ TV രാജേശ്വർ കരൺ താപ്പറിന് ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. 1975 അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തിന് RSS പിന്തുണയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അത് IB തലവനായിരുന്ന ആൾ കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. രാജേശ്വർ എഴുതിയ ഇന്ത്യ ദ ക്രൂഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകത്തിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്.